സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നൊരു ഫോർകാസ്റ്റ് സ്പ്രെഡാണ് എടുക്കണേ. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നമുക്ക് വിചാരിച്ച പുരോഗതി കാണുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നോക്കാനാണ് ഫസ്റ്റ് കാർഡ് സ്ട്രെങ്ത് എന്നുള്ള കാർഡ് വന്നത്. അത് മേജർ ആർക്കാന കാർഡാണ്. സ്ട്രെങ്ത് എന്നുള്ള കാർഡ് പറഞ്ഞാൽ സ്ട്രെങ്ത് തന്നെ മീനിങ് സ്ട്രോങ് ആണ്. പക്ഷെ ഇവിടെ കാമാണ്, പേഷ്യൻ്റാണ്. അപ്പം നമ്മളിവിടെ നമുക്ക് വിചാരിച്ച പുരോഗതി കാണാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പവറിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. പ്രോപ്പർ യൂസ് ഓഫ് പവർ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡായിട്ടോ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്താൽ പാടില്ല. ചില സന്ദർഭങ്ങളെ നമ്മളെ ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശീലിക്കണം. അതാണ് ഇവിടെ പറയുന്നത് പ്രോപ്പർ യൂസ് ഓഫ് പവർ. അപ്പോൾ ഇവിടെ ഈ വ്യക്തി സ്ട്രോങ് ആണ്, ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്, കറേജ് ഉണ്ട്, കാമാണ്, പേഷ്യൻ്റാണ്. പക്ഷേ ചില സന്ദർഭങ്ങളെ നമ്മൾ ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പഠിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളതാണ് ഈ സ്ട്രെങ്ത് എന്നുള്ള കാർഡ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാർഡ് ഇപ്പോഴുള്ള എനർജി എന്താണെന്ന് നോക്കുമ്പോൾ ആണ് നൈൻ ഓഫ് സോഴ്സാണ്. അതായത് എനർജി ഭയത്തിൻ്റെയും ആങ്സൈറ്റിയും ആയിട്ട് ഉറക്കമില്ലാത്ത രാത്രികളെ പ്രതികരിക്കുന്ന ഒരു കാർഡാണ് നൈൻ ഓഫ് സോഴ്സ്. അത് ഇദ്ദേഹത്തിൻ്റെ തന്നെ ചിന്തകളാൽ ഇയാൾ രൂപപ്പെടുത്തിയിട്ടുള്ളതാണത്. ചിലപ്പോൾ ജോലിയിൽ സമ്മർദ്ദമോ എന്തെങ്കിലും കരിയർ വൈസായി കാര്യങ്ങളുണ്ടെങ്കിൽ ആ വെല്ലുവിളികളെ നേരിട്ട് മുന്നോട്ട് പോവാം. പക്ഷെ അതിന് പകരം ഇവിടെ പേടിച്ച് ഉത്കണ്ഠയോടുകൂടി ഇരിക്കുകയാണ്. ആ ഒരു എനർജിയാണ് ഇവിടെ. രണ്ടാമത്തെ കാർഡും അത് തന്നെയാണ് പറയണത്. ഹാങ്ഡ് മാനാണ് വന്നിരിക്കുന്നത് മൂന്നാമത്തെ കാർഡ്. അതും പറയണത് കാര്യങ്ങളെ നീട്ടി വയ്ക്കുക, പിന്നെ കർമ്മ മേഖലയിൽ സ്ഥിരതയില്ലായ്മ, ധനപരമായ പുരോഗതിയില്ലായ്മ, ത്യാഗം, സഹനം, അങ്ങനെയൊക്കെയുള്ള ഒരു കാർഡ് തന്നെയാണ് രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത്. പിന്നത്തെ ഫ്യൂച്ചറിൽ എന്തെല്ലാം സ്വാധീനങ്ങളാണ് വരുന്നതെന്ന് തോന്നുമ്പോൾ നമുക്ക് തന്ന ഗൈഡൻസ് നൈറ്റ് ഓഫ് വാൺസ് ആണ്. അതായത് ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് വെല്ലുവിളിയിൽ സാഹസികതയോടുകൂടി എനർജറ്റിക്കായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ക്ഷമയോടുകൂടി ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ആ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് നൈറ്റ് ഓഫ് വാൺസ് എന്നുള്ള കാർഡ് പറയണം. അപ്പോൾ ഈ മനസ്സിലുള്ള ഈ ആങ്സൈറ്റിയും ഫിയറും സ്വയം ഒരു ചിന്തകളാൽ രൂപപ്പെടുത്തിയതാണത്. അതെല്ലാം ഉപേക്ഷിച്ച് ഈ കാര്യങ്ങൾ നീട്ടിവെക്കുന്നതും ശീലവും, അതായത് പുതിയൊരു കാഴ്ചപ്പാടിന് മാറ്റിയിട്ട് സാഹസികതയോടുകൂടി ഹാർഡ് വർക്ക് ചെയ്ത് എനർജറ്റിക്കായിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് ക്ഷമയോട് കൂടിയിട്ട് ഫാസ്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ടാരോയുടെ ഗൈഡൻസ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.